المسلمون ستنقضي الدنيا بأفراحها وأحزانها وتنتهي الأعمار بطولها وقصرها ويلقى الجميع ربهم وحينها لا ينفع مال ولا بنون. തന്റെ തൊഴിലാളിയോട് ഏറ്റവും ഇഷ്ടത്തോടെ പെരുമാറുന്ന സ്പോൺസർമാരുടെ കഥകൾ സൗദിയിൽ നിന്ന് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. റിയാദിൽ എറണാകുളം സ്വദേശിയായ പറവൂരിലെ സിയാദ് മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന സ്പ്ലിറ്റ് എസിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ച് അതുവഴി റൂമിലേക്ക് തീ പിടിക്കുകയും അതുവഴിയുമാണ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. ആ സിയാദിനെ ചേർത്ത് പിടിക്കുകയാണ് ഈ സ്പോൺസർ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ സിയാദിനുള്ള ശമ്പളം നൽകുമെന്ന് പറയുന്നു. സിയാദിൻ്റെ ഖബറടക്ക ചടങ്ങിൽ വിങ്ങിപ്പൊട്ടുന്ന സ്പോൺസറെയും നമ്മൾ കണ്ടു. ഇതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. സൗദിയിലെ റിയാദിൽ ജോലിക്കാരനായ മലയാളിയുടെ ഖബറടക്ക ചടങ്ങിൽ പൊട്ടിക്കരയുന്ന സ്പോൺസർ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തൊടുപുഴ രണ്ടുപാലം സ്വദേശിയും എറണാകുളം പറവൂർ മാഞ്ഞാലിയിൽ താമസക്കാരനുമായ സിയാദ് മരണപ്പെടുന്നത്. 36 വയസ്സായിരുന്നു സിയാദിന്. റിയാദ് എക്സിറ്റ് 8-ൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് റൂമിലെത്തിയ സിയാദിന്റെ മുറിയിലെ AC-യിലാണ് പ്രശ്നമുണ്ടായത്. കംപ്രസർ പൊട്ടിത്തെറിക്കുകയും ഉൾഭാഗത്ത് അത് കത്തിക്കരിയുകയും ചെയ്തു. ഇതോടെയാണ് സിയാദ് മരണപ്പെടുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റതോടെ ചികിത്സയിലിരിക്കെയാണ് പിന്നീട് മരണപ്പെടുന്നത്. 7 വർഷമായി ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സ്പോൺസറാണ് ഖബറടക്ക ചടങ്ങിൽ വിങ്ങിപ്പൊട്ടിയത്. സിയാദിന്റെ മൃതദേഹം ഖബറിലേക്ക് എടുത്തുവെക്കാനും മുന്നിലുണ്ടായത് ഈ സ്പോൺസർ തന്നെയായിരുന്നു. സൗദിയിൽ വ്യവസായിയായ ഈ സ്പോൺസർ ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് തന്റെ മരണം വരെ സിയാദിന് നൽകിയിരുന്ന ശമ്പളം കുടുംബത്തിന് നൽകുമെന്നാണ്. ഒരു മകളുണ്ട് സിയാദിന്. അവർക്കും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾക്കും ഈ ശമ്പളം നൽകിക്കൊണ്ടിരിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.